അടുത്തതായിട്ട് മഹീന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഒരു റിസൾട്ടിലേക്ക് കൂടിയാണ് വരുന്നത്. മഹീന്ദ്ര ലോജിസ്റ്റിക്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ നമ്പേഴ്സ് പൊതുവെ ഒരു മികച്ച നമ്പേഴ്സിനേക്കാൾ ഉപരി പല പാരാമീറ്റേഴ്സിലും ഒരുപക്ഷെ സ്ട്രീറ്റിന്റെ എസ്റ്റിമേഷനെ മറികടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. വരുമാനത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 19% വാർഷിക വളർച്ച നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലാഭം 3.25 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്നിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. 11% മുകളിലൊരു നേട്ടത്തിലേക്കാണ് കുതിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ജനുവരി 21 മുതൽ വിപണിയിൽ വലിയൊരു സെൽ ഓഫ് നേരിട്ടപ്പോൾ പോലും റെസിലിയൻസ് പ്രകടിപ്പിച്ച ഒരു ഓഹരിയായിരുന്നു മഹീന്ദ്ര ലോജിസ്റ്റിക്സ്. ആ ഒരു മൊമെന്റം ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓഹരിക്ക് കഴിയുന്നുണ്ട്. സോ മഹീന്ദ്ര ലോജിസ്റ്റിക്സിലുള്ള ഈ എക്സ്പ്ലോസീവ് മൂവ്മെന്റിനെ എങ്ങനെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്? സ്റ്റഡി പർപ്പസിനായി ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എക്സ്പാൻഷൻ ക്യാനൽ ഫോർമേഷൻ ആണ് വിത്ത് ഹൈ വോളിയം. ഇന്നും ഒരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ് വിത്ത് ഹൈ വോളിയം ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് ആണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ഒരു ലോ റിസ്ക് ഏരിയയിൽ അല്ലെങ്കിൽ പോലും നെക്സ്റ്റ് പുൾ ബാക്ക് ഏരിയ ഒരു ലോ റിസ്ക് കാൻഡിഡേറ്റ് ആയി കൺസിഡർ ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കൂടാതെ 364 എന്ന ലെവൽ മറികടന്ന് ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ മേ ബി ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കറന്റ് ഒരു ക്യാരക്ടർ ചേഞ്ച് ബിഹേവിയർ ആണ് ലാസ്റ്റ് 4 days ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിന്യൂസ് മൊമെന്റം ബിൽഡപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാലി കണ്ടിന്യൂഷൻ തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്.